പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്ക്വയർ നെക്കിലും യു നെക്കിലും എങ്ങനെയാണ് ലേസ് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് ഒരു സ്ക്വയർ നെക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലിതാ ഈ ഒരു ലേസാണ് ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ലേസിൻ്റെ വിഡ്ത്ത് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇത് 3 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ലേസാണ്. അപ്പോൾ ഇതാ ഈ ഒരു താഴത്തെ ഭാഗത്ത് നമുക്ക് ആ 3 ഇഞ്ച് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ലേസ് എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് ഞാൻ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ ആ പോയിന്റിൻ്റെ അവിടെ എത്തുമ്പോൾ ദാ ഇതുപോലെ ഒന്ന് മടക്കുക. ദാ ഇതേ രീതിയിൽ ഒന്ന് മടക്കുക. എന്നിട്ട് ആ പോയിന്റിന് നേരെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ ഈ ലേസിൻ്റെ ഈ ഒരു ഭാഗം വരണം. അതിൻ്റെ മേലെ കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക. അതിന് ശേഷം ഇപ്പുറത്തെ ഭാഗവും അതേപോലെ ദാ ഇതേ രീതിയിലൊന്ന് മടക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ ദാ ഈ ഒരു ഭാഗം എടുത്ത് മുകളിലോട്ടേക്ക് വെക്കുക. എന്നിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. ദാ ഈ ഒരു ഭാഗം നമുക്ക് ഈ കോണിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. കോണായിട്ട് നമ്മൾ മടക്കിയില്ലേ ആ ഭാഗം, രണ്ട് സൈഡും അതേപോലെ പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആ പിൻ ചെയ്തെടുത്ത ഭാഗം മാത്രം നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ദാ ഞാൻ ഇതേപോലെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, ഈ കോണ് വരുന്ന ഭാഗം മാത്രം. അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ എക്സ്പേർട്ടൊക്കെ ആണെങ്കിൽ തുണിയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അതാ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ മേലെ വെച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇതേപോലെ വെച്ചതിന് ശേഷം ഞാൻ ആ കുർത്തിയായിട്ട് ഈ ലേസ് ഒന്ന് പിൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഈ കോർണറിലെത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നമുക്ക് ഈ ഇപ്പുറത്തെ കോർണറിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. എന്നിട്ട് അവിടെ കുത്തി നിർത്തി തിരിച്ച് ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. മറ്റേ സൈഡിലും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ. അപ്പോൾ ഇതാ ഞാൻ ലേസ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഈസി മെത്തേഡല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു യൂനെക്കിൽ ലേസ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു യൂനെക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഈ ലേസ് ഡയറക്റ്റ് ഇതുപോലെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ മെഷീനിൽ ലോങ് സ്റ്റിച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ലേസിൻ്റെ സൈഡിൽ കൂടി ആ സ്റ്റിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഇപ്പോൾ ഇട്ട് കൊടുത്ത സ്റ്റിച്ചിൻ്റെ താഴത്തെ നൂല് പതുക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഈ ലേസ് ഒരു കർവ് ഷേപ്പിലേക്ക് മാറി കിട്ടും. ഇതുപോലെ പതുക്കെ പതുക്കെ വലിച്ചു കൊടുത്താൽ മതി. ഇത് മിററൊക്കെയുള്ള ലേസ് ആയതുകൊണ്ടാണ് നല്ല യു ഷേപ്പിൽ കിട്ടാത്തത്. ചില ലേസ് യു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു ലേസ് നമ്മളെ യു നെക്കിൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പം നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തെത്തുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ചുരുക്ക് വലിച്ച് നേരെയാക്കിയാൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് യൂനെക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗം മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കുക. ആ ചുരുക്ക് നിവർത്തി കൊടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം. ഇതുപോലെ നിവർത്തി നിവർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ചെയ്തെടുത്തതിന് ശേഷം മറ്റേ സൈഡും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തും കൂടി എടുക്കണം. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.